ഹലോ എവരി വൺ, വെൽക്കം ടു HES ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് അല്ലെ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് മെത്തേഡ്സുകളെ കൂടെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുറച്ച് ഓർഗനൈസേഷൻസിനും കൂടെ ഒന്ന് പരിചയപ്പെട്ടാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ. ചെറിയൊരു പോർഷൻ മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അല്ലെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മെത്തേഡാണ് വീഡിയോസ്. വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവായിട്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ ക്ലാസ് റൂമിൽ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. എങ്ങനെയാ? നമുക്ക് ചില പ്ലേസുകളിൽ നമ്മൾ പറഞ്ഞു ഫീൽഡ് ട്രിപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ്സുകളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള മെത്തേഡ്സുകളായിട്ട് നമുക്ക് ഫീൽഡ് ട്രിപ്പ് ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ചില പ്ലേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫീൽഡ് ട്രിപ്പുകൾ പോസിബിൾ ആയിരിക്കില്ല അല്ലെ. അത്രയും എൻവയോൺമെന്റലി അത്രയും ഡാമേജ് ഒക്കെ വന്നിട്ടുള്ള പ്ലേസസുകളാണെങ്കിൽ അങ്ങോട്ട് ഈ കുട്ടികളെ കൊണ്ട് പോകുക എന്നുള്ളത് ചിലപ്പോൾ എന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് ത്രൂ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ. അപ്പം ഫീൽഡ് ട്രിപ്പ് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് യൂസ് ചെയ്യാം. വീഡിയോ ഫോംസ് എ വാല്യുബിൾ മീഡിയം വിച്ച് ഹെൽപ്പ് ലേണർ ടു അണ്ടർസ്റ്റാൻഡ് ദ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്. By means of video show, it is possible to bring the reality in the classroom as it provides for visual simulation through colors and motion. പിന്നെ വീഡിയോസ് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ഡോക്യുമെന്ററി ഫിലിം ക്യാൻ ആൾസോ എക്സ്പ്ലെയിൻ എക്കോളജിക്കൽ പ്രോബ്ലം ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റിൽ നടന്നിട്ടുള്ള എക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെയൊക്കെ നമുക്ക് വീഡിയോ ഫോർമാറ്റിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ഒരു ചില കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് കുട്ടികളിലോട്ട് എത്തിക്കാൻ എന്ത് ചെയ്യും, വീഡിയോ ത്രൂ നമുക്ക് കഴിയും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ടെലിവിഷൻ. ഓക്കെ, ടെലിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണ് ടെലിവിഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതെന്താണ്, ഒരു പവർഫുൾ മീഡിയ ആണ്. അത് മെയിൻലി എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. അതുപോലെ എന്താ, അത് മാസ് എഡ്യൂക്കേഷൻ ത്രൂ സാറ്റലൈറ്റ് ആണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് എന്താ ചെറിയ ചെലവിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ടെലിവിഷൻ ത്രൂ നമുക്ക് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ എല്ലാ സ്കൂളുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, TV ഉണ്ട് അല്ലെ. അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ എന്താണ് ക്ലാസ്സുകളൊക്കെ മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്, അവർക്ക് പോർഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചെടുക്കുന്നത് ടെലിവിഷൻ ത്രൂ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ലെവലിലോട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ടെലിവിഷൻ പ്രോഗ്രാംസുകൾ ഉണ്ട് അല്ലെ. നമ്മൾ ETV എന്ന് പറയും. മെയിൻലി വരുന്നത് ഏതൊക്കെയാ, അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് എന്താ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. DD കിസാൻ, KELVI TV, അതൊക്കെ എന്താണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ടെലിവിഷൻ ആണ് അല്ലെ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ടെലിവിഷൻ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, അത് ഹൈ ക്വാളിറ്റി ഇൻസ്ട്രക്ഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ, സോഷ്യൽ ഇക്വാലിറ്റി ഫോർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ സോഷ്യൽ ഇക്വാലിറ്റി ഫോർ എഡ്യൂക്കേഷൻ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റാം. നമുക്ക് എല്ലാ ഗ്രൂപ്പിനും ടെലിവിഷൻ ത്രൂ റിമോട്ട് ഏരിയാസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുപോലെ തന്നെ എന്താ, the learners learn from TV with their own effort, hence it reduces the dependency of teacher അല്ലെ. കുട്ടികൾ തന്നെ കാര്യങ്ങൾ കാണുക, അവരെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, ആ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ ഡിപ്പെൻഡൻസി റെഡ്യൂസ് ചെയ്യും. കുട്ടികൾക്ക് ഒരു സെൽഫ് ലേണേഴ്സ് ആയി മാറാനൊക്കെ എന്ത് ചെയ്യും, ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ടെലിവിഷൻ എന്നുള്ള മെത്തേഡ് ത്രൂ കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെയാ അതിന്റെ ലിമിറ്റേഷൻസ് വരിക? ടീച്ചിങ് ആൻഡ് ലേണിംഗ് ത്രൂ TV is an individualized method and thus operation, adjustment, cordial relationship are not be developed on viewers. The learners can only see the demonstration in the TV screen, thus they have no chance to handle it. മെയിൻലി എന്താണ്, അവർ കാണുന്നേ ഉള്ളൂല്ലേ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫീൽഡ് ട്രിപ്പിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക്
കാണുന്നുണ്ട്, അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും അവർക്ക് അതിന്റെ പാർട്ട് ആവാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഇത് കാണാൻ മാത്രമേ, ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ. അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല എന്നാണ് പറയുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതില് ടെലിവിഷൻ ത്രൂ ആവുമ്പോൾ എന്താണ് പ്രശ്നം, ഒരു പാസീവ് ഒബ്സർവർ ആയി മാറാണ്, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെന്താ, TV സ്ക്രീന് ചെറുതാണെങ്കിൽ ഫോക്കസ് ചെയ്യുക, അതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടുക എന്നുള്ളതൊക്കെ. ഒരു ലാർജ് ക്ലാസ് റൂമിലൊക്കെ ഒരു ചെറിയ TV സ്ക്രീൻ ആണെങ്കിൽ എന്താണ്, സ്ക്രീൻ ആ ഒരു ഫോക്കസിംഗ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെലിവിഷന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് അതർ മെത്തേഡ്സുകൾ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതല്ലാതെ ബാക്കിയുള്ള മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നാണ്, സിമുലേഷൻസ് ആൻഡ് ഗെയിം, ഡിബേറ്റ്, റീഡിങ്, എൻക്വയറി, അതുപോലെ ഗസ്റ്റ് ലെക്ചേഴ്സ്. ഈ മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഇമ്പാർട്ട് ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗസ്റ്റ് ലെക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മുടെ നോർമൽ ടീച്ചേഴ്സ് അല്ലാതെ പുറത്തുനിന്നൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ, എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറില്ലേ. അപ്പൊ അതൊക്കെയാണ് ഗസ്റ്റ് ലെക്ചേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ടു ബി അണ്ടർടേക്കൻ ഇൻ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, ഈ മെത്തേഡുകളിലൂടെ അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സെഷനിൽ നോക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ക്ലിപ്സ് അറേഞ്ച് ചെയ്യാം, എൻവയോൺമെന്റൽ ക്ലബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം, എന്തെങ്കിലും ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കാം അല്ലെ. ഇപ്പം നമ്മള് എൻവയോൺമെന്റൽ ഡേയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതായിട്ട് ഓരോ സ്പെസിഫിക് ഡേയിലും അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തുകളൊക്കെ എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഫീൽഡ് ട്രിപ്പ്, എൻവയോൺമെന്റൽ ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കോർണർ നമുക്ക് എന്ത് ചെയ്യാം, അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ട്രീ പ്ലാന്റിങ്, ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്യുക, കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ ലോങ് വാക്ക് ടു പ്രൊമോട്ട് എൻവയോൺമെന്റൽ അവയർനെസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ത്രൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഒന്നുകൂടെ അവയർനെസ് ആക്കാനും എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എൻവയോൺമെന്റൽ ഡേ നമുക്ക് സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ people could encourage to discuss on that day the environmental hazards that pose a grave danger to the whole mankind. അങ്ങനെ പറഞ്ഞാൽ എന്താ, കുട്ടികളല്ലേ ഇവിടെ പീപ്പിൾ എന്ന് ഉദ്ദേശിച്ച കുട്ടികൾ, സ്റ്റുഡൻസ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. സ്റ്റുഡൻസ് could be encouraged to discuss on that day the environmental hazards that pose a grave danger to the whole mankind. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ ഹസാർഡുകളെ കുറിച്ച് ആ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യാം, പ്ലാന്റിങ് അല്ലെ, പ്ലാന്റിങ് ട്രീ സാപ്ലിങ്, അതായത് തൈകൾ നടുക. അതുപോലെ എന്താ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക, കൾച്ചറൽ പ്രോഗ്രാംസ്, ഡിബേറ്റ്, ഡ്രാമ അങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പ്രോഗ്രാംസ് റിലേറ്റഡ് വിത്ത് ഹൈജീൻ ആൻഡ് സാനിറ്റൈസേഷൻ. അപ്പൊ ഹൈജീനും സാനിറ്റൈസേഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ശുചിത്വമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണ് നമുക്ക് സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ആദ്യം പേഴ്സണൽ ഹൈജീൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. കീപ്പിംഗ് ടീത്ത്, മൗത്ത്, നെയിൽസ്, ലിംസ്, ഇയേഴ്സ്, ഹെയർസ് ആൻഡ് ബോഡി ക്ലീൻ ആൻഡ് നീറ്റ് ബൈ ഡെയിലി വാഷിംഗ് ആൻഡ് ബ്രഷിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യാം, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വാട്ടർ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യരുത്. ആൾവേസ് യൂസിങ് പ്രൊട്ടക്റ്റഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ ഹൈജീൻ വരുന്നത്. ഇനി പബ്ലിക് ഹൈജീൻ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ പ്ലേസുകളിൽ അല്ലെങ്കിൽ റോഡ് സൈഡുകളിലൊന്നും എന്ത് ചെയ്യുക, വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടിടാണ്ടിരിക്കുക. അതുപോലെ എന്താ, യൂറിനേറ്റ് ചെയ്യുന്നതൊന്നും പബ്ലിക് പ്ലേസുകളിൽ ചെയ്യാണ്ടിരിക്കുക. നമ്മള് പബ്ലിക്കായിട്ട് തുമ്പയൊക്കെ നമ്മൾ പറയില്ലേ, തൂവാലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാ, തുമ്പ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു പബ്ലിക് സ്പേസിൽ നമുക്ക് എന്തൊക്കെ ഹൈജീൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത് കേട്ടോ. പിന്നെ സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കൂടെ ഇട്ട് അതിൽ മെയിൻലി വരുന്നത് പൊല്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൗണ്ട് പൊല്യൂഷൻ, അതുപോലെ അറ്റ്മോസ്ഫിയറിക് എയർ പൊല്യൂഷൻ ഒക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് സാനിറ്റൈസേഷന്റെ പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 2-3
ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP, അതൊരു ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഏജൻസിയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റൽ ഏജൻസിയാണ്. It was founded by Maurice Strong, its first director, as a result of United Nations Conference on Human Health Environment in June 1972, and has its headquarters in Giriri, neighborhood of Nairobi, Kenya. അതിന് മെയിൻലി 6 regional offices ഉണ്ട്. വേരിയസ് കൺട്രിയിലെ വേരിയസ് കൺട്രി ഓഫീസേഴ്സും ഉണ്ട്. ഓക്കെ, it coordinates its activities, assisting developing countries in implementing environmentally sound policies and practices. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോളിസീസും പ്രാക്ടീസസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻലി ഫങ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അത് കൂടാതെ എന്ത് ചെയ്യാം, ഡിഫറെന്റ് റേഞ്ചിലുള്ള ഇഷ്യൂസ് ഒക്കെ അറ്റ്മോസ്ഫിയർ, മറൈൻ, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, എൻവയോൺമെന്റൽ ഗവേണൻസ്, ഗ്രീൻ എക്കോണമി, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അതുപോലെ എന്താ പ്രൊജക്ട് എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ UNEP-യുടെ അണ്ടറിൽ വരുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, has aided the formulation of the guidelines and treaties on issues such as international trade in potential harmful chemical, transboundary air pollution and contamination of international waterways. അത് എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽസിന്റെ ഒക്കെ ട്രേഡ്, ഹാർംഫുൾ ആയിട്ടുള്ള രീതിക്ക് ട്രേഡ് ചെയ്യുന്നത്, മെയിൻലി വാട്ടർവേയിലൂടെ ട്രേഡ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു UNEP-യുടെ അണ്ടറിൽ വരുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, CEE. നമ്മൾ ഇതേപോലത്തെ ഒരു കാര്യം കൂടി കേട്ടിട്ടുണ്ടല്ലോ, CCE. എന്തായിരുന്നു, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ. അപ്പൊ മാറിപ്പോയത്, ഇത് CEE ആണ് കേട്ടോ, സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1984 അഹമ്മദാബാദിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന രീതിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ മെയിൻലി അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ദി സെന്റർ ഹാസ് 41 ഓഫീസസ് അക്രോസ് ഇന്ത്യ, ഇൻക്ലൂഡിംഗ് റീജിയണൽ സെൽസ് ഇൻ ബാംഗ്ലൂർ, ഗുവാഹത്തി, നോർത്ത് ഈസ്റ്റിലുള്ള ഗുവാഹത്തി ആൻഡ് ലക്നൗ, അഹമ്മദാബാദ്, പൂനെ. അതുപോലെ സ്റ്റേറ്റ് ഓഫീസേഴ്സ് ഉണ്ട് ഡൽഹിയിലും ഹൈദരാബാദിലും, റായ്പൂർ, ഗോവ, കോയമ്പത്തൂർ ആൻഡ് സെവറൽ ഫീൽഡ് ഓഫീസേഴ്സും ഉണ്ട്. It has international offices in Australia and Sri Lanka. Dr. Ashok Khosla is the present chairman of CEE. ഈ കാര്യങ്ങളാണ് നമുക്ക് CEE-നെ കുറിച്ചിട്ട് അറിയാനുള്ളത്. ഇനി ഫങ്ഷൻസ് ഓഫ് CEE നോക്കുകയാണെങ്കിൽ മെയിൻലി വരുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻ വരുന്നത്. അതുപോലെ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എൻവയോൺമെന്റൽ ആക്ഷൻസ് എടുക്കുക, അതുപോലെ UN Decade Education for Sustainable Development-ന്റെ ഒരു പാർട്ടായിട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഇന്റേൺഷിപ്പ് ആൻഡ് യൂത്ത് പ്രോഗ്രാംസ്, കൺസൾട്ടൻസി സർവീസ്, നോളജ് സെന്റർ for education in sustainable development and journal on education for sustainable development. ഇതിന്റെ ഈ ഏരിയാസിലൊക്കെയാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്, CEE ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ട്രസ്റ്റ് ഏരിയാസ് ഉണ്ട്. CE വർക്ക് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി റോൾ ഓഫ് NCERT ഇൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. എസ്സേക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്സിന്റെ ഒക്കെ വരാറുണ്ട് നോർമലി. NCERTക്ക് എൻവയോൺമെന്റൽ 5 മാർക്സിലാണ് യൂഷ്വലി കാണാറുള്ളത് കേട്ടോ. NCERTക്ക് എന്തൊക്കെ റോളാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലുള്ളത് എന്നുള്ളത്. Okay, extension activities such as publication of quarterly journal, school science
and organizing a national science exhibition every year. The themes of the exhibitions are generally environment based. Environment based ചെയ്തിട്ടുള്ള എക്സിബിഷൻസ് ഒക്കെ ഓരോ വർഷവും കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് NCERT എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സ്ട്രാ കാര്യങ്ങൾ. ഓക്കെ, ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ടീച്ചേഴ്സിനും വേണ്ടിയിട്ടും ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിലിംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഒരു ഫിലിം ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ എന്താണ് NCERTന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. പബ്ലിക്കേഷൻ ഓഫ് സപ്ലിമെന്ററി റീഡിംഗ് മെറ്റീരിയൽസ്, കൊളാബറേഷൻ വിത്ത് ഇന്റർനാഷണൽ ഏജൻസി ലൈക്ക് യുനെസ്കോ, യൂണിസെഫ് ആൻഡ് UNEP. ഓക്കെ, UNEP. ഇതൊക്കെ എന്താണ് NCERT ചെയ്യുന്ന റോളുകളാണ് കേട്ടോ. ഇനി റോൾ ഓഫ് ടീച്ചർ ഇൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്തൊക്കെയാ? ടീച്ചേഴ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചലഞ്ചിങ് പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാം, കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചലഞ്ചിങ് പ്രോബ്ലംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും അല്ലെ. അതുപോലെ ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക്കിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലോട്ടൊക്കെ ഡിസ്കഷൻസ് കൊണ്ടുവരാനൊക്കെ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടു ഓർഗനൈസ് വർക്കിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് ടു പ്രൊവൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വർക്ക് പാർട്സ് ഫോർ ദ ലൈൻസ് ഓഫ് എൻക്വയറി, ടു അറേഞ്ച് വിസിറ്റ്സ് ഓർ എക്സ്പെഡിറ്റ്. ഫീൽഡ് ട്രിപ്പിലൊക്കെ ഫീൽഡ് ട്രിപ്പുകളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ എന്തെങ്കിലും ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താ റെഫറൻസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ, പ്രാക്ടിക്കൽ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എന്താ മെയിൻലി ടീച്ചേഴ്സ് ആണല്ലേ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനും അതുപോലെ NCERTന്റെ വർക്ക്സുകളൊക്കെ നടക്കുകയാണെങ്കിൽ കൂടെ ടീച്ചേഴ്സ് ആണ് അതിനിടയിലുള്ള ഒരു ബാരിയേഴ്സ് അല്ല ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എൻവയോൺമെന്റിന്റെ റോളും കാര്യങ്ങളൊക്കെ ആക്റ്റീവ്ലി പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്ക് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ വേ യൂസ് ചെയ്യാം, അതുപോലെ ഇപ്പോൾ ഉള്ള സ്കൂളിന്റെ കറന്റ് സ്റ്റാറ്റസ്, സ്കൂൾ കരിക്കുലത്തിന്റെ ഡിഫറെന്റ് ലെവലുകളിലുള്ള ഫോർമൽ എഡ്യൂക്കേഷന്റെ ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ്, ഓരോ ലെവലുകളിലും നമുക്ക് എങ്ങനെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഈ ഒരു എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, UNEP, CEE, NCERT ആൻഡ് ടീച്ചേഴ്സ് ഇൻ പ്രൊമോട്ടിംഗ് ദ റോൾ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. എല്ലാവർക്കും പ്രോപ്പറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.